അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ സൂറ ഇബ്രാഹിം 14-ാമത്തെ അധ്യായം, ആദ്യത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. അലിഫ് ലാം റാ ഹുറൂഫുൽ മുഖത്തഅത്ത് എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ വേറിട്ട് വരുന്ന സൂറത്തിൻ്റെ തുടക്കങ്ങളിലുള്ള ഇങ്ങനെ കുറേ സൂറത്തുകൾക്കുണ്ട്. 29 സൂറത്തുകൾക്കോ മറ്റോ ഉണ്ട്. അതിൽ 28 അറബി അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്നാണ് കണക്ക്. ചില അക്ഷരങ്ങൾ 2 ഹർക്കത്ത് മാത്രം നീട്ടിയും ചിലത് 6 ഹർക്കത്ത് നീട്ടിയാണ് ഉച്ചരിക്കേണ്ടത്. അലിഫ് എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള അക്ഷരങ്ങൾ 13 അക്ഷരങ്ങളിൽ കുറേ അക്ഷരങ്ങൾ 6 ഹർക്കത്തും 5 അക്ഷരങ്ങൾ 2 ഹർക്കത്തും നീട്ടിയാണ് ഓതേണ്ടത്. ഈ 5 അക്ഷരങ്ങളിൽ ഹയ്യുൻ തുഹുർ എന്ന് പറയുന്ന ഹ യ ത്വ ഹ റ, ഈ 5 അക്ഷരങ്ങൾ 2 ഹർക്കത്ത് മാത്രമാണ് നീട്ടുക. ഉദാഹരണത്തിന് യാസീൻ, യാ ഉണ്ട് അതിൽ, പക്ഷെ സീനില്ല. അപ്പം സീന് 6 ഹർക്കത്ത്, യാക്ക് 2. ഇവിടെ റോ ഉണ്ട്, അതുകൊണ്ട് അതിന് 2 ഹർക്കത്ത്, ബാക്കിയുള്ളത് 6 ഹർക്കത്ത്. എന്നാൽ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളാകുന്ന ഇദ്ഹാറും ഇദ്ഗാമും അല്ലെങ്കിൽ ഇഖ്ഫയും ഒക്കെ മണിക്കലും മണിക്കാതിരിക്കലൊക്കെ വരാം. ഇവിടെ മണിക്കണ പ്രശ്നം വരുന്നില്ല, കാരണം റോ ആയതുകൊണ്ട്. അലിഫ് ലാം റാ. ലാമിന് 6 ഹർക്കത്ത് നീട്ട്, റാക്ക് 2 ഹർക്കത്ത് നീട്ട്. അലിഫ് എന്ന് ഉച്ചരിക്കാം. കിതാബുൻ അൻസൽനാഹു. കിതാബുൻ ഇദ്ഹാർ. അൻസൽനാഹു ഇഖ്ഫ മണിച്ചോദ. ഇലൈക ലിതുഖ്രിജ الناس من الظلمات إلى النور അന്നാസ. ഇവിടെയൊക്കെ നൂന് ഷദ്ദുള്ള 2 സ്ഥലങ്ങളുണ്ട്. അവിടെ 2 സ്ഥലത്തും നന്നായി മണിക്കാം. ബിഇദ്നി റബ്ബിഹിം ഉയർത്തി വെച്ചിരിക്കുക. ബിഇദ്നി എന്നല്ല, ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ദാലിനെ കൽക്കലയം ചെയ്യാം. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. وآخر دعوانا أن الحمد لله رب العالمين.